സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുന്ന ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്ന 2025 ജൂൺ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ആഴ്ചഫലമാണ് നമ്മളുടെ വിചിന്തനം ചെയ്യുന്നത്. അശ്വതി മുതൽ രേവതി വരെ 27 നാളുകളുടെ ഫലങ്ങൾ നമ്മളുടെ പറയുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. കീഴ്ജാതി ജീവനക്കാരുടെ സഹായത്താൽ പുതിയ പ്രവൃത്തികൾ ചെയ്യാൻ ഇടയാകും. അപാകതകൾ പരിഹരിക്കാൻ ഉപദേശങ്ങൾ തേടും. തൃപ്തിയായ വിഷയത്തിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആരംഭിക്കും. ഭരണി. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയത്നിച്ചാൽ മാത്രമേ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ളൂ. പഠിച്ച വിഷയത്തിനനുസരിച്ച് വിദേശ ഉദ്യോഗം കിട്ടാൻ സാഹചര്യം കാണുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കും. കാർത്തിക. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വമേധയാ സ്വീകരിക്കും. കലാ കായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വേറൊന്നിനെ ചേരാൻ ഇടയാവും. രോഹിണി. പുതിയ വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കും. പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്ക് ഉദാസീനത മനോഭാവം വർദ്ധിക്കും. മകയിരം. ഉദരരോഗപീഠകൾ വർദ്ധിക്കാനിടയാകും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പരമപ്രധാനമായ കരാറുകളിൽ ഒപ്പുവയ്ക്കും. സന്ധി സംഭാഷണം, ചർച്ച മുതലായവയിൽ വിജയിക്കും. തിരുവാതിര. ഔദ്യോഗികമായി വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാവും. നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാമൂലം ലഭിക്കും. പുണർതം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായതിനാൽ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരികെ വരും. സഹപ്രവർത്തകർക്ക് സഹായം ചെയ്യുവാൻ ഇടയാകും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. പൂയം. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള
മനസാന്നിധ്യം ഉണ്ടാവും. മേലധികാരികളുടെ സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി യാത്രകൾ ചെയ്യാൻ ഇടവരും. ഉദ്ദേശിച്ച വിഷയത്തിന് ഉപരിപഠനത്തിൽ ചേരാൻ യോഗമുണ്ടാകും. പുതിയ വ്യവസായത്തിന് തുടക്കം കുറിക്കും. പൂയം സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്ന മാനസിക ആയില്യം പുത്രനോടൊപ്പം മാസങ്ങളോളം താമസിക്കാൻ വിദേശയാത്ര പുറപ്പെടേണ്ടി വരും. അന്യദേശത്തോ സ്വന്തം ദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിന് പ്രവേശനം ലഭിക്കും. കടം കൊടുക്കരുത്, കൊടുത്താൽ കിട്ടുകയില്ല. ജാമ്യന്നാൽ വേറെ പല വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ജാമ്യം നിൽക്കാൻ ശ്രമിക്കരുത്. മതം ഉപരിപഠനത്തിന് അനുസരിച്ചുള്ള ഉദ്യോഗത്തിന് നിയമാനുസൃതമായി അനുവാദം ലഭിക്കും. പൗത്രാദികളോട് താമസിക്കുവാൻ അന്യദേശ യാത്ര പുറപ്പെടേണ്ടി വരും. കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കുവാൻ ഭൂമി വിൽക്കുവാനും തയ്യാറാകും. പൂരം സന്ധി സംഭാഷണത്തിൽ വിജയിക്കും. ഔദ്യോഗികമായി വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കാൻ ഇടയാകും. സുഹൃത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ സഹായിക്കും. സഹപ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ഇടയാകും. ഉത്രം വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും കർമ്മശേഷിയും കുറയാൻ ഇടയാകും. അശ്രദ്ധ കൊണ്ട് പണനഷ്ടത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. അത്തം ആശ്രിത ജോലി ഉപേക്ഷിച്ച് സ്വന്തമായ വ്യാപാരത്തിന് തുടക്കം കുറിക്കും. പദ്ധതി സമർപ്പണത്തിന് കാലതാമസം നേരിടും. മേലധികാരികൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. ചിത്തിര കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പുത്രന്റെ സമീപനത്താൽ ആശ്വാസം തോന്നും. വിദേശ ഉദ്യോഗത്തിന് സാങ്കേതിക തടസ്സങ്ങൾ നേരിടും. വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ചോതി മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അശ്രദ്ധ ആശങ്ക വർദ്ധിക്കും. പ്രതിസന്ധികളിൽ താങ്ങായി നിന്നവരെ അനുകൂലിക്കുവാൻ അവസരമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും.
പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങും. വിശാഖം സാഹിത്യ പ്രവർത്തകനും സാമ്പത്തിക നൽകുവാൻ ഇടവരും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔചാരിക തടസ്സം നേരിടും. വസ്തുതർക്കം മധ്യസ്ഥരുടെ സഹായത്താൽ പരിഹരിക്കാൻ ഇടയാകും. അനിഴം ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കുവാൻ തീരുമാനിക്കും. കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ നടപ്പിലാക്കും. തൃക്കേട്ട രോഗപീഠകൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയനാകേണ്ടി വരും. സഹപാഠിയെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ലഭിക്കും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ അവസരം ഉണ്ടാകും. മൂലം പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഗൃഹനിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാൻ ഇടയാവും. പൂരാടം അനുഭവജ്ഞാനമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ സഹായിക്കും. ചിലകാല അഭിഷേക പ്രാപ്തി വിദേശയാത്ര സാധ്യമാകും. വ്യാപാര മേഖലയിൽ പുതിയ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കും. ഉത്രാടം വിദേശത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ത്വഗ്രോഗത്തിന് സാധ്യത ഉണ്ട്. അന്തരീക്ഷത്തിലെ വ്യത്യാസത്തിനനുസരിച്ച് രോഗപീഠകൾ കൂടുവാൻ ഇടയാകും. തിരുവോണം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുവാൻ നിർബന്ധിതനാകും. ചുമതല ബോധമുള്ള പുത്രന്റെ സഹകരണത്താൽ മനസ്സിന് സന്തോഷം തോന്നും. സുഹൃത്ത് സഹായത്താൽ ഗൃഹനിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കും. അവിട്ടം ഔദ്യോഗികമായ അനിശ്ചിതാവസ്ഥയ്ക്ക് മാറ്റം വന്ന് നിലനിൽപ്പിനാധാരമായ പുതിയ ഉദ്യോഗം ലഭിക്കും. മധ്യസ്ഥരുടെ ഇടപെടലുകളാൽ വസ്തുസംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ മറക്കരുത്. ചതയം പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. ദുഷ്കീർത്തി ഒഴിവാക്കാൻ അധികാര സ്ഥാനങ്ങൾ ഒഴിയേണ്ടി വരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടാൻ ഇടയാകും.
കൂരുരുട്ടാതി. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബ തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ദാമ്പത്യ ഐക്യതയും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. ഉത്രട്ടാതി. വാസ്തു വിരുദ്ധമായ തോന്നലുകൾ ഒഴിവാക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ശ്രമിച്ചിരുന്ന വിവാഹങ്ങൾക്ക് തീരുമാനം ആകും. രേവതി. യാതൊരു കാരണവുമില്ലാതെ ബന്ധുക്കൾ ശത്രുക്കളായി മാറും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. സാമ്പത്തിക മേഖലയിൽ ഉണർവ് ഉണ്ടാകും. പ്രമേഹ രോഗ പീഡകൾ വർദ്ധിക്കാൻ ഇടയാകും. ഇതോടുകൂടി ആഴ്ചഫലം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശ്ശേരി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതല്ലെങ്കിൽ താഴെ പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും.